അണ്ടർഗ്രൗണ്ട് ചേംബറിൽ നിന്ന് കയറി വരുന്ന ജോസു ഒമ്പണ്ടാങ്ക് എന്നെക്കാളും ഒരു അല്പോടെ മനസ്സിലായി ഇന്നലെ എന്തുകൊണ്ട് പാട്ടില്ലാത്തത് ഇടയ്ക്കിടയ്ക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു കേരള ഫിംഗേഴ്സ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ റോയൽ എൻക്ലോഷറിൽ നിന്ന് പോവാണ് എന്നും പറഞ്ഞിട്ടാണ് വീഡിയോ അവസാനിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളങ്ങനെ റോയൽ എൻക്ലോഷർ ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടു. അത് ടൈം ലാപ്സിലെടുത്തതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതൊരു അണ്ടർഗ്രൗണ്ട് ചേംബർ കേട്ടോ. നല്ല ഇരുട്ടാണ്, അതുകൊണ്ട് മൊബൈലിൻ്റെ ഫ്ലാഷേ ഉള്ളൂ. അതെ, എടി ഇനി ഇഷ്ടംപോലെ ഉണ്ട്. ആറാ ഒരേ എൻ്റെ ഫ്ലാഷ് മൊബൈലെടുക്കാൻ പോക്കറ്റിൽ. ഇവിടെ ഭയങ്കര ഇരുട്ടാട്ടോ, ഭയങ്കര ഇരുട്ടാണ്. ഓ കല്ലുകൊണ്ട് ഇത് അണ്ടർഗ്രൗണ്ട് ചേംബറാട്ടോ. ഇതിൻ്റെയൊക്കെ അടിയിൽ ഇഷ്ടംപോലെ കാണുമായിരിക്കുമല്ലോ ഇടിവേ ഇന്നത്തെ കാലത്ത്. ഇത് വേറൊരു സൈഡാട്ടോ, നമ്മൾ അടുത്ത അണ്ടർഗ്രൗണ്ട് അതിൻ്റെ വേറെ സൈഡിൽ കയറാൻ പോകാം. ഫുള്ളിരുട്ടാണ്, കല്ല് വെച്ചുള്ള വാളും കാര്യങ്ങളെല്ലാം ആണ്. രക്ഷയില്ല. ഇതിന്റെ അടിയില് പിന്നെയും കല്ല് പാകിയേക്കുവോ? ഇതാ കറുത്ത കല്ല് തന്നെ. എൻ്റെ അമ്മ, അണ്ടർഗ്രൗണ്ട് ചേംബറിൽ നിന്ന് കയറി വരുന്ന ജോസു. ഇത് ആനയ്ക്ക് വെള്ളം കൊടുക്കുന്ന ടാങ്കാണേ. ഞാൻ ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നത്. അവിടെ ഒരു ആനനെ കൊത്തി വെച്ചിട്ടുണ്ട്. ആനയുടെ അടി കൂടി വെള്ളം ഇങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഒരു പാത്തി ഉണ്ടാക്കിയിട്ട് ഇത് ആനയ്ക്ക് വെള്ളം കൊടുത്തിരുന്ന സാധനം. ഇനി കുതിരയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന സാധനം കാണിച്ചു തരാം കേട്ടോ. ദിവസം ചരിത്രമൊക്കെ വായിച്ച് പഠിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട്. ഇതാണ് കുതിരയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന സാധനം. ഒറ്റ കല്ലെ കൊത്തിയെടുത്ത ഒരു വമ്പൻ ടാങ്കാണ്. ഒരേ സമയം 24 കുതിര നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ടാങ്കാണത്. കണ്ടോ? ഇവിടെ ഒരു ഹോളുണ്ട്, ഈ ഹോളുണ്ടോ? വെള്ളം റീഫിൽ ചെയ്യും, ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തോണ്ടിരുന്നു. ഓ, ഇതാണ് ഹസാര രാമചന്ദ്ര ടെമ്പിൾ. എൻ്റെ പൊന്നു, എന്നെ രസമല്ലേ കുത്തി. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് സ്റ്റോൺ തൂണുകളുണ്ട്. ഇതിൻ്റെ ശ്രീകോവിലാന്ന് തോന്നുന്നു കൂട്ടിയിട്ടേക്കുന്നത്. ഈ ബ്ലാക്ക് സ്റ്റോണിൽ കൊത്തിയിരിക്കുന്നതിന് കുറച്ചുകൂടെ പെർഫെക്ഷൻ ഉണ്ടല്ലേ? മാർബിളൊക്കെ കൊത്തി വരുന്നുണ്ട്.
മുകളിലൊക്കെ ആണെങ്കിലും നല്ല കൊത്തുപണി കേട്ടോ. കുറച്ച് കൊത്തുപണികൾ. അത് ശ്രീകോവിലാന്ന് തോന്നുന്നു. അത് പൂട്ടിയിട്ടിട്ടുണ്ട് വാതിലിന്. കൊത്തുപണികൾ. ബുദ്ധനെവിടെയാ? ഏതാ? അത് ബുദ്ധനാണല്ലോ. ബുദ്ധനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുദ്ധിസ്റ്റ് മങ്കോ എല്ലായിരിക്കും അല്ലേ? ഒരു ബുദ്ധൻ്റെ ഒരു ഇതെല്ലാം മിക്സ് ആയിരിക്കും ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇൻഫ്ലുവൻസ് കാണുമായിരിക്കും. അത് ചിലപ്പം ബുദ്ധനായിരിക്കണം എന്നില്ല, ചിലപ്പോൾ ഏതെങ്കിലും വേറെ ആരെങ്കിലും ആവാം. ആ ഒരു പോസ്റ്ററിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നേ ഉണ്ടാവും. ഇതേ നോക്കി ഒരു സ്ത്രീയെ അമ്പ ചെയ്ത് കൊല്ലുന്നു അല്ലേ? കണ്ടോ, അമ്പ തറച്ച് നിൽക്കുന്നത് ഒരാളാണ് ചെയ്യുന്നത്. അതാണോ ഇനി ശ്രീരാമനും ലക്ഷ്മണനുമാണ് നിൽക്കുന്നത് ചേട്ടനായിട്ട്. അതായിരിക്കും കേട്ടോ, ചിലപ്പോൾ അതിന് സാധ്യതയുണ്ട്. ഇത് അത് തന്നെയാണെന്ന് തോന്നാന്ന് നോക്കി അല്ലേ? ഇത് അവർ പോകുന്നതാണോ നോക്കി അല്ലേ? വനവാസത്തിന് പോകുന്നതാണോ നോക്കി. ശ്രീരാമൻ ലക്ഷ്മണൻ നടുക്ക് നിൽക്കുന്ന സീതയല്ലേ? കൂടെ ഒരാളും കൂടെ ഉണ്ടല്ലോ. നടുക്ക് നിൽക്കുന്ന ആൾ സ്ത്രീയാണ്. ഇതുണ്ടോ നോക്കി, രണ്ടുപേരും സ്ത്രീ. ഇത് ഈ കാണുന്നത് ഇത് മറ്റേ രാമായണത്തിന്റെ ഭാഗങ്ങളായിരിക്കും അല്ലേ? ഇത് മനോഹരമാണ്. ഞങ്ങൾ വളരെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നടക്കുവാണ്. ഫോട്ടോ ഞങ്ങളിങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. കണ്ടാലും തീരാത്തത്ര വലുതാണ് വിജയനഗര സാമ്രാജ്യം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെനാന എൻക്ലോസർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ശരിക്കും സെനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സ്ത്രീകളുടെ സ്ഥലം അങ്ങനെ എന്താണ് ഇതിന് അർത്ഥം. പക്ഷേ ഇത് അങ്ങനെ നമ്മൾ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അങ്ങനെ സ്ത്രീകളുടെ മാത്രമായിട്ടൊരു സ്ഥലം അല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഉള്ളത് ട്രഷറി ബിൽഡിംഗ് ഉണ്ട്, പിന്നെ പാലസിൻ്റെ ബേസ്മെൻ്റ് ഉണ്ട്, പിന്നെ ജൽമഹൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്, പിന്നെ ലോട്ടസ് മഹൽ, പിന്നെ ഒരു 3 വാച്ച് ടവേഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയും സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കയറാനായിട്ട് നമുക്ക് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. ബാക്കി 1-2 സ്ഥലത്ത് മാത്രമേ നമുക്ക് ശരിക്കും ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. ശരിക്കും ഏതെങ്കിലും ഒരിടത്ത് ടിക്കറ്റ് എടുത്താൽ പിന്നെ വീണ്ടും എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. വലിയ പൈസയൊന്നുമില്ല, 2 പേർക്ക് 70 രൂപയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഈ സെനാന ടെമ്പിളിൽ നിന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ജൽമഹൽ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ടാങ്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട പവലിയൻസ്, അങ്ങനത്തെ പാത്വേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചിലപ്പോൾ ജൽമഹൽ. ഈ കാണുന്നതാണ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ബേസ്മെൻറ്റ്. ക്വീൻസ് പാലസ് ആണല്ലേ? ഇത് ഈ കാണുന്ന കേട്ടോ ക്വീൻസ് പാലസിൻ്റെ ബേസ്മെൻറ്റാണ് ഈ കാണുന്നത്. വമ്പം പാലസാണ്. ഇതങ്ങനെ ക്വീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റാങ്ക് മാത്രമായിട്ട് താമസിച്ചു അങ്ങനെയൊന്നും ഇല്ല പോലും. എവിഡൻസ് ഒന്നും ഇല്ല. അതൊരു വാച്ച് ടവറാണ്. ആ വാച്ച് ടവറിൻ്റെ സ്ട്രക്ചർ ഒരു വേറെ സ്ട്രക്ചർ അല്ലേ? നമ്മൾ നേരത്തെ കണ്ട ഇൻഡോ ഇസ്ലാമിക് ലൈനിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഇവിടെ വേറൊരു കെട്ടിടമുണ്ട്.
ഇതിനൊക്കെ ഉണ്ടാ സ്ട്രക്ചർ ഉണ്ടോ? ഇത് പക്ഷെ അത്രയില്ല. ഇതല്ലേ ആ ഡോംസ് വന്നേക്കുന്നുണ്ട് കേട്ടോ. ഡോംസ് അല്ല മറ്റേ ഈ ഒരു ഇല്ലേ ആ ഷേപ്പ് എൻട്രൻസിലെ. ആ ഇതാണ് ലോട്ടസ് മഹൽ. ആ ഇത് ഇന്തോ ഇസ്ലാമിക് സ്റ്റൈലാട്ടോ ലോട്ടസ് മഹൽ. നമ്മളിനി എലഫൻറ്റ് സ്റ്റേബിളിലേക്കാണ് പോകുന്നത്. നമ്മൾ എലഫൻറ്റ് സ്റ്റേബിൾ എന്ന് കേൾക്കുമ്പോൾ ആനേനെ കെട്ടുന്ന തൊഴുത്താന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതും ആവാം. പിന്നെ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങും ആയിരിക്കാം എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതല്ലേ. ദിവസം അടുത്തേ ഞാൻ മടുത്തില്ല. ദിവസം അടുത്തേട്ടോ. ദിവസം അടുത്തു ഗൈസ്. എപ്പോൾ വേണേലും വീഴും. രാവിലെ വന്ന ദോശ ഇഡ്ഡലിയൊക്കെ തേച്ചു വണ്ടി തള്ളിപ്പോഴത്തേന്. ഞാനിപ്പോൾ ഫുള്ള് പവറാണ് അല്ലേ. ഇത് അടുത്താണ് എന്നെ കിട്ടുന്ന സ്ഥലം. ഇത് ഇച്ചിരിയുടെ പുറകിലൊരു ഗ്യാപ്പൊക്കെ ഉണ്ട്. സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഇപ്പോൾ അപ്പുറത്താണെന്നല്ലായിരിക്കും. ഇതുണ്ടോ? ഇത് ആനനെ കെട്ടുന്ന സ്ഥലം തന്നെ. അതൊരു സംശയമില്ല. ആനയുടെ ഉയരം എന്തോരുള്ളതെന്ന് പറഞ്ഞ ദിവസം എന്നെക്കാൾ ഇച്ചിരൂടെയാണ്. എന്നെക്കാളും ഒരു അല്പോടെ ഉള്ളൂ അല്ലേ? എന്നെ ഒരു ആനയായിട്ടാണ് നീ കരുതുന്നത്. സാറിൻ്റെ ചാർജ് കയറുന്നുള്ള ഇരിപ്പാണ് ഗൈസ്. ഇന്ന് എന്തെങ്കിലും കഴിച്ച് ചാർജ് ആക്കണം, അല്ലെങ്കിൽ വാട്ടം വരും. വാട്ടം കഴിക്കാൻ ഇന്നലെ എൻ്റെ നുറുക്കുണ്ടായിരുന്നു. ഞാൻ നുറുക്കുന്ന പുച്ഛിച്ചു. അതെ, രാവിലെ പോയി ഞാൻ നുറുക്ക് തന്നെയാണെന്ന് പറഞ്ഞു. അതെ, മനസ്സിലായി ഇന്നലെ എന്തുകൊണ്ട് വാട്ടില്ലാത്തത്. ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾ അടുത്ത റീചാർജ് ചെയ്യാനുള്ള വഴി നോക്കണം. ഇല്ലെങ്കിൽ അടുത്ത റീചാർജിങ് പോയിന്റിലേക്ക് പോവാണ്. സംഭവം ലൂണയുടെ പുറകെ കെട്ടി വെച്ച് ഞാൻ കൊണ്ടുപോയി. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ എലിഫൻറ്റ് സ്റ്റേബിൾ കണ്ടു, ഗാർഡ്സ് ഹൗസ് കണ്ടു, അങ്ങനെ ഫസ്റ്റ് ടവർ കണ്ടു, പിന്നെ ക്വീൻസ് പാലസ് ബേസ് കണ്ടു, ലോട്ടസ് ടെമ്പിൾ, ലോട്ടസ് മഹൽ, പിന്നെ നേരത്തെ ആദ്യം കണ്ട സ്ഥലങ്ങൾ നമ്മുടെ
റോയൽ എൻക്ലോഷർ സാധനങ്ങളെല്ലാം കണ്ട് ഞങ്ങളിനി പുഷ്കരണി എല്ലാം കണ്ട് ഏകദേശം ഇവിടുത്തെ ക്ലോസ് ചെയ്തു. ഇനി ഉണ്ട് കാണാനായിട്ട്, പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കില്ല. 2 ദിവസം കൊണ്ട് ഇതെല്ലാം ഒന്ന് കണ്ട് തീർത്ത് പോകാൻ സാധിക്കില്ല. കാരണം അത്രയുണ്ട്, കണ്ടാലും തീരാത്ത പോലെ അത്രയും വ്യാപിച്ച് കിടക്കുന്നൊരു മഹാനഗരമായിരുന്നു ഹംപി. ഈ മഹാനഗരം നശിച്ചതിന്റെ ബാക്കി പത്രമില്ലേ നമ്മൾ നശിച്ച് ഇത് തകർത്ത് എറിഞ്ഞ് ചുട്ട് ചാമ്പലാക്കി ആളുകളൊന്നും ആരും തിരിഞ്ഞു നോക്കാതെ കാലങ്ങളോളം കിടന്ന് പിന്നെ റിനോവേറ്റ് ചെയ്തെടുത്ത ഹംപിയാണ് നമ്മൾ കാണുന്നത്. പഴയ ഹംപി അപ്പോൾ എത്ര എന്തോരം ഉണ്ടായിരുന്നിരിക്കും. വളരെ പ്രോസ്പെറസും വളരെ റിച്ച് ആൻഡ് എലഗൻ്റ് ആയിരുന്നിരിക്കണം അവരുടെ പ്ലാനിങ്ങും ജീവിതവും. ശരിക്കും നമുക്ക് ആ ചരിത്രത്തിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുമായിരുന്നെങ്കിൽ അത് എന്ത് മഹത്തരമായിരുന്നു അല്ലേ. ഇറ്റ് വുഡ് ബി റിയലി വണ്ടർഫുൾ. ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു കിടക്കുവാണ്. ഇനി ഞങ്ങളുടെ അടുത്ത പ്ലാന് കുറച്ച് അകലെയാണ്. ഹിപ്പി ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അപ്പം ഞങ്ങളുടെ ഇതെടുക്കണമല്ലോ, നമ്മുടെ പൾസർ, നമ്മുടെ എന്തായിരുന്നു നമ്മുടെ ലൂണ, നിങ്ങളുടെ സൂപ്പർ ബൈക്ക് എടുത്തിട്ട് വേണം ഇനി പോകാനായിട്ട്. ഇപ്പോൾ തുടങ്ങിയാലേ വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നേരെ ഇനി അവിടെ ചെന്നിട്ട് കാണാവേ.